ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മമ്മൂക്ക പടത്തിൻ്റെ സെറ്റ് പൊളിച്ചതിന് ശേഷം ബാക്കി വന്ന ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല ഇത് പറയുന്നത്, നമ്മുടെ ടൊവിനോ തോമസ് ആണ്. മലയാളത്തിൻ്റെ മിന്നും താരങ്ങളാണ് ടൊവിനോ തോമസ്. ചെറിയ വേഷങ്ങളോടെ കടന്നു വന്ന് വില്ലനായും സഹനടനായും കയ്യടി നേടുന്ന ശേഷമാണ് ടൊവിനോ നായകനാകുന്നത്. ഇന്ന് മലയാളത്തിൻ്റെ മുൻനിര നായകനാണ് ടൊവിനോ തോമസ്. മിന്നൽ മുരളിയും തല്ലുമാലയും പോലുള്ള കേരളത്തിന് പുറത്തും വലിയ ഹിറ്റായി മാറിയ സിനിമയിലെ നായകൻ. ARM നേടിയ വിജയത്തിൻ്റെ തിളക്കത്തിലാണ് ടൊവിനോ ഇപ്പോൾ. സിനിമയുടെ വേരുകളൊന്നുമില്ലാതെ കടന്നു വന്നതിൽ ഒരുപാട് കാലം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്ന് ടൊവിനോയ്ക്ക് പറയുന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ടൊവിനോ നേരിട്ടുണ്ട്. ഇപ്പോഴിതാ തൻ്റെ സ്ട്രഗ്ലിംഗ് സമയത്ത് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ടൊവിനോ തോമസ്. സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറക്കുന്നത്. കാക്കനാട് താമസിച്ചിരുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണമൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പണമില്ലായിരുന്നു. ഒരു റൈസ് കുക്കറും കുറച്ച് അരിയും കുറച്ച് പയറും കാണും. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന അച്ചാറും ഉണ്ടാകും. മാസങ്ങളോളം അതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം എന്നാണ് ടൊവിനോ പറയുന്നത്. അഭിമുഖത്തിന് അന്ന് ടൊവിനോയ്ക്കൊപ്പം താമസിച്ച സുഹൃത്ത് ശ്രീലാലും അതിഥിയായി എത്തിയിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ തീവ്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന സമയം ജവാൻ ഓഫ് വെള്ളിമല എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത് ഞങ്ങളുടെ മുകളിലത്തെ ഫ്ലാറ്റിലാണ്. അതിൻ്റെയും മുകളിലായിരുന്നു ടെറസ്. ജവാൻ ഓഫ് വെള്ളിമലയുടെ സെറ്റിൽ പെട്ടിക്കട പൊളിച്ച് സാധനങ്ങൾ ടെറസിൽ കൊണ്ടുവച്ചിരുന്നു. കാലാവധി കഴിയാത്ത മാഗി ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു കുറച്ചു കാലം ഞങ്ങളുടെ ഭക്ഷണം എന്ന് ടൊവിനോ പറയുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ പോയാൽ നല്ല ഭക്ഷണം കിട്ടും. പക്ഷേ സിനിമയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ. എനിക്ക് അന്ന് ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അതിനാൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോകുന്നതിനും ഭക്ഷണം വാങ്ങാനും പോകുന്നതിനുമൊക്കെ ഞാനായിരുന്നു. ദാരിദ്ര്യമാണെങ്കിലും ഞങ്ങളുടെ ഇടയിൽ സന്തോഷമായിരുന്നുവെന്ന് താരം പറയുന്നു. വിഷമിച്ചിരിക്കുമ്പോൾ കരച്ചിൽ വരുമ്പോൾ കണ്ണീര് തുടച്ച് ചിരിച്ചുകൊണ്ട് സെൽഫി എടുക്കും. എന്നെങ്കിലും സന്തോഷം വരുമ്പോൾ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരിക്കും ഫോട്ടോ എടുക്കുന്നതെന്നും ടൊവിനോ ഓർക്കുന്നു. കയ്യിൽ പൈസ വരുമ്പോൾ പൈസ ഉള്ളതുപോലെ തന്നെ ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതുപോലെ ജീവിക്കാനും സാധിക്കുമായിരുന്നു. ആ സ്വിച്ചിങ് സാധ്യമായിരുന്നു. അത്ര ചിലവൊന്നുമില്ലാത്ത ആളാണ് ഞാൻ. പല സമയത്തും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ചേട്ടനായിരുന്നുവെന്നും താരം പറയുന്നു. അതേസമയം ഐഡന്റിറ്റിയാണ് ടൊവിനോയുടെ പുതിയ സിനിമ. അഖിൽ പോളും അനസ് ഖാനും സംവിധാനം ചെയ്യുന്ന സിനിമ. അർച്ചന കവി, തൃഷ, വിനയ് റായ്, റബേക്ക മോണിക്ക ജോൺ, അൽജു വർഗീസ് തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് പ്രധാന താരങ്ങൾ. കുറ്റാന്വേഷണ കഥ പറയുന്ന ഐഡന്റിറ്റിയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ഐഡന്റിറ്റി.